RSBY ആരോഗ്യ ഇൻഷുറൻസ് വഴി കുടുംബത്തിന് ലഭിക്കേണ്ട ചികിത്സാ സഹായം അട്ടിമറിച്ചതായി പരാതി. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ലീലയാണ് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയത്. അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഇൻഷുറൻസ് കാർഡ് നൽകിയപ്പോഴാണ് തങ്ങളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ചികിത്സാ സഹായം മറ്റാർക്കോ ലഭിച്ചുവെന്ന് അറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെയധികം ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾക്ക് ഈ ഒരു അനുഭവം നേരത്തെയും ഉണ്ടായി എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും വിഷ്ണു, 7-ാം തീയതിയാണ് വടക്കാഞ്ചേരി പുതുരുത്തി സ്വദേശിയായിട്ടുള്ള ലീല ഈ അസഹനീയമായിട്ടുള്ള കാലുവേദനയുമായി ബന്ധപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ഈ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആയത്. എന്നാൽ അതിനുശേഷം ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കുടുംബം നമ്മുടെ അഡ്മിറ്റ് ആകുന്നതും. അഡ്മിറ്റ് ആയാൽ മാത്രമേ ആ ചികിത്സാ സഹായം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് അവർ അഡ്മിറ്റ് ആയത്. എന്നാൽ അഡ്മിറ്റ് ആയ ശേഷം ഈ കാർഡ് കൊടുത്തപ്പോഴാണ് ഇവർ ഈ അട്ടിമറി നടന്ന വിവരം തിരിച്ചറിയുന്നത്. കാരണം ഈ കാർഡിൽ ഈ ഗൃഹനാഥന്റെ പേരും മറ്റ് കുടുംബത്തിലെ 3 പേരുടെ പേരുമാണുള്ളത്. ഇവരുടെ തന്നെ ആരുടെയും പേര് ഈ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ പലതരത്തിലുള്ള മറുപടിയാണ്, വിചിത്രമായിട്ടുള്ള മറുപടികളാണ് ലഭിക്കുന്നത്. അധികാരികളും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഒക്കെ തങ്ങൾക്ക് അറിവില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണമൊക്കെ. പക്ഷേ ഇവരുടെ മുഴുവൻ ചികിത്സാ സഹായവും മറ്റാരോ അതിനുവേണ്ടി ഉപയോഗിച്ചു, മറ്റാർക്കോ ലഭിച്ചു എന്നാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. എന്തായാലും ആ കുടുംബം തന്നെ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. ലീലയുടെ തന്നെ മക്കളാണ്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ 7-ാം തീയതി അവിടെ അഡ്മിറ്റായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഇത് ആഡ് ചെയ്തിടാം. ഇത് സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ പറഞ്ഞു ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ നമ്മുടെ പേരുകളൊന്നുമില്ല, അച്ഛൻ്റെ പേര് മാത്രമാണുള്ളത്, പിന്നെ വേറെ ഏതോ 3 ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരാണുള്ളത്, പിന്നെ അതിൽ നമ്മുടെ പേരില്ല. അപ്പോൾ അമ്മയുടെ പേര് ആഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടും എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ അത് റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. റിജക്റ്റ് ആവുന്ന കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മറ്റുള്ള ആൾക്കാർ ക്ലെയിം ചെയ്തെടുക്കാം, അതുകൊണ്ടാണ് നമുക്കത് റിജക്റ്റ് ആവാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വാങ്ങി പോരാണ്. ചികിത്സ അല്ലാണ്ട് ക്യാഷായിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ 1 ലക്ഷത്തോളം രൂപ ഒരു മുട്ടിനെ വേണമെന്ന് പറഞ്ഞു. അറ്റ് എ ടൈം നമ്മൾ ഉണ്ടാക്കാനുള്ള ഇല്ലാത്തത് കാരണം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ് ചെയ്തത്. എന്തായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി? അവർ പറഞ്ഞത് നമ്മുടെ ആ റേഷൻ കാർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആവണില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഷുറൻസ് കാർഡ് വെച്ച് നോക്കുമ്പോൾ മറ്റ് 3 ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ, അവരുടെ റേഷൻ കാർഡിൻ്റെ നമ്പറാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ചേർന്ന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടുമെന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ ചേർന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ അവസാന നിമിഷം നമ്മൾ സർജറിക്ക് വേണ്ട പോയ നിമിഷമാണ് നമുക്ക് കിട്ടണില്ല എന്നുള്ളത് പറയണത്. അപ്പം അവർ പറയണത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം റേഷൻ കാർഡിൽ പേരെന്തെങ്കിലും മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ആഡ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം എന്നാണ്. പക്ഷേ ഇത് റേഷൻ കാർഡിൻ്റെ നമ്പർ തന്നെ മാറി കിടക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നല്ലാണ്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ആ മുഴുവൻ പണവും, ചികിത്സയ്ക്കായുള്ള മുഴുവൻ പണവും ക്ലെയിം ചെയ്തെടുത്തു എന്നാണ് ലഭിച്ച മറുപടി. ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയപ്പോൾ പറഞ്ഞു ഒരു മുട്ടിനുള്ള പോലുള്ളത് ഇല്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെ അണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ, അത് നമുക്ക് കിട്ടില്ല എന്നാണ് അവർ തീർത്തും പറഞ്ഞത്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയല്ലേ ഉദ്യോഗസ്ഥരുടെ പറ്റിയ മിസ്റ്റേക്ക് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ. മറ്റുള്ള ഏതെങ്കിലും കുടുംബത്തിന് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞോ? നമ്മളവിടെ ചെന്നപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫാമിലിക്കും ഇതുപോലെ തന്നെ ഉണ്ടായിന്ന് നമ്മൾ അറിഞ്ഞു. നമ്മുടെ ബാക്കിൽ വന്ന ഒരു ഫാമിലിക്ക് ഇതുപോലെ തന്നെ വേറെ ആൾ ക്ലെയിം ചെയ്തെടുത്തു എന്നുള്ളൊരു അറിവ് നമുക്ക് ആ റിപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിരുന്നു. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ തുക മാറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് സംശയിക്കുന്നുണ്ടോ? അത് അറിയില്ല. നമ്മുടെ കാർഡ് എങ്ങനെയാണ് മാറിപ്പോയെന്നൊന്നും അറിയില്ല. നമ്മുടെ അച്ഛൻ്റെ കാർഡ് വെച്ചിട്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നും നമുക്കറിയില്ല. അതെനിക്ക് ഡൗട്ട് ഉള്ളത് കാരണമാണ് നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോവാമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചത്. എന്താണ് അമ്മയുടെ അവസ്ഥ ഇപ്പോൾ? അമ്മയ്ക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് നടക്കാനതൊന്നും പറ്റില്ല. ബെൽറ്റിലാണ് നടക്കുന്നത്. നല്ല അസനീയ വേദനയുണ്ട്. പെയിൻ കില്ലറൊന്നും ഏൽക്കാത്ത അവസ്ഥയായി തുടങ്ങി. ഇനി ഫുള്ളായിട്ട് അത് മാറ്റി വെക്കാന്നുള്ള ലാസ്റ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തത്. അഡ്മിറ്റായ അന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അതെ, അഡ്മിറ്റായ അന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഇനി എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. കാരണം തങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായമാണ് ഇത്തരത്തിൽ എന്തോ പിഴവ് പറ്റി അല്ലെങ്കിൽ ആരൊക്കെയോ കാരണം മറ്റാർക്കോ അത് ലഭിച്ചു എന്നുള്ള സംഭവം എന്തായാലും ഓരോ കുടുംബത്തെയും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം അവരൊക്കെ ഈ ഇൻഷുറൻസ് കാർഡിൽ വിശ്വസിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അത് ചിലരുടെ ഇടപെടൽ മൂലം തങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥ. എന്തായാലും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോകും. എന്തായാലും ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.
ഇതിൽ തന്നെ ആരുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു പിഴവ്, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ അധികാരികളൊക്കെ പറയുന്നത്, ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് 2016 ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഓൺലൈൻ സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഈ അന്നത്തെ അധികാരികൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ചയാകാമെന്നുള്ള വിശദീകരണമൊക്കെയാണ് തരുന്നത്. എന്നാലും 2019 കൊറോണ കാലമായതുകൊണ്ട് തന്നെ അത് പുതുക്കാനുള്ള സംവിധാനമില്ല, പുതുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഇവരെ അറിയിച്ചിരുന്നത്. ഇവർ ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴും അഡ്മിറ്റ് ചെയ്താൽ തങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ആ വിശ്വാസത്തിലാണ് അവർ അഡ്മിറ്റ് ആയതും പിന്നീട് അവർക്ക് അന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പോൾ ചികിത്സയില്ലാതെ ആ അമ്മ വീട്ടിൽ തന്നെ വേദന സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. വിഷ്ണു, മനോജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരുപക്ഷെ നടന്നിട്ടുള്ളത് ഒരു അട്ടിമറി തന്നെയാണ്. ഇത്തരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ശരിക്കും ഉത്തരം നൽകേണ്ടത് ആരോഗ്യ വകുപ്പ് തന്നെയല്ലേ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത്. കാരണം RSBA സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ അത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന് പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയത്തിന് പുറത്തായും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് കരുതുന്നവരും ഒക്കെ ഇത്തരത്തിലുള്ള അട്ടിമറിക്ക് ശ്രമിച്ചേക്കാം. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട ചികിത്സാ സഹായം അത് മറ്റു 3 പേർക്ക്, ഈ കുടുംബത്തിലെ ഗൃഹനാഥന്റെ പേര് മാത്രം ഈ കാർഡിലുള്ളൂ. എന്നാൽ ബാക്കിയുള്ളത് മറ്റേതോ കുടുംബത്തിലെ ഉള്ള അംഗങ്ങളുടെ പേരുകളാണ്. അവർക്കാണ് ഈ ചികിത്സാ സഹായം. അതും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഒരു കുടുംബത്തിന്, സാധാരണ BPL കാർഡുള്ള ഒരു കുടുംബത്തിന് ലഭിക്കേണ്ടത്. ആ തുകയാണ് മറ്റാർക്കോ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതർ തന്നെ അത് പറയുന്നുണ്ട്. കാരണം അവിടേക്ക് ഈ കാർഡ് കൊണ്ടുപോയി തങ്ങളുടെ കുടുംബത്തിലെ അമ്മയുടെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി പോയ സമയം അത് റിജക്റ്റ് ആവുകയും ആ ആശുപത്രി അധികൃതർ കൊടുക്കുന്ന മറുപടി അത് മറ്റാരോ ക്ലെയിം ചെയ്തെടുത്തു എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ ഈ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട അവരുടെ അവകാശം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി, അതിനെയാണ് ഇത്തരത്തിൽ അട്ടിമറിച്ചിരിക്കുന്നത്. അതെന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും അധികൃതർ നൽകേണ്ടിയിരിക്കുന്നു. വിഷ്ണു, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.